ഹലോ ഫ്രണ്ട്സ്, ട്രിക്സ് ആൻഡ് ഗെയിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +1 തുല്യതയുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യുന്നത്. 2024 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡിയല്ലേ? ഓക്കെ. ആകെ 28 ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. 2.5 മണിക്കൂർ സമയം. സ്കോർ നേടണം. ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം എഴുതണം. 1 മാർക്ക് വെച്ച് സ്കോർ നമുക്ക് ഈസിയായി നേടാം. കോംപ്രിഹെൻഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ നരേഷൻ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന പാത്സ് ഓഫ് ഗ്ലോറി എന്ന ആദ്യ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹെലൻ കെല്ലറിൻ്റെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫിൽ നിന്നാണ് പാരഗ്രാഫ് തന്നിട്ടുള്ളത്. ആദ്യ ചോദ്യം, ഐഡൻറ്റിറ്റി ദ ഓഥർ ഓഫ് ദ പാസേജ്. ആരാണ് എഴുത്തുകാരൻ എന്നാണ് കണ്ടെത്തേണ്ടത്. ആരാണ്? പാരഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം. പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ തന്നെ കെല്ലർ എന്ന സൂചനയുണ്ട്. അപ്പോൾ ഓഥർ ആരാണെന്ന് മനസ്സിലായല്ലോ. അതെ, ഹെലൻ കെല്ലർ തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് കെല്ലേഴ്സ് ഹൗസ്? ഇറ്റ് ഈസ് കോൾഡ് ഐവി ഗാർഡൻ എന്നാണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ തുടങ്ങുന്നത് തന്നെ. പാരഗ്രാഫിൽ ഐവി ഗാർഡൻ എന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് എടുത്തെഴുതിയാൽ മതിയാവും. ആൻസർ ഐവി ഗാർഡൻ. മൂന്നാമത്തെ ചോദ്യം, വൈ വാസ് ദ ഹൗസ് കോൾഡ് സോ? എന്താണ് കെല്ലറിൻ്റെ ഹോം സ്റ്റെഡ് ഐവി ഗാർഡൻ എന്ന് വിളിക്കുന്നത്? ഉത്തരം, ബിക്കോസ് ദ ഹൗസ് ആൻഡ് ദ സറൗണ്ടിങ്സ് ട്രീസ് ആൻഡ് ഫെൻസസ് വെയർ കവേർഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ഐവി. ഇംഗ്ലീഷ് ഐവി എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടികൾ കൊണ്ട് എൻ്റെ സറൗണ്ടിങ്സൊക്കെ കവേർഡായിരുന്നു. ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാരഡൈസ് പോലത്തൊരു ഹൗസായിരുന്നു അത്. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. അടുത്തത് രണ്ടാമത്തെ സെൻറ്റൻസ് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. നാലാമത്തെ ചോദ്യം, വാട്ട് ഡസ് കെല്ലർ സേ അബൌട്ട് ദ ഗാർഡൻ? ഹെലൻ കെല്ലർ തൻ്റെ പൂന്തോട്ടത്തെ പാരഡൈസ് അല്ലെങ്കിൽ സ്വർഗം എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സെൻറ്റൻസിൽ ഉത്തരമുണ്ട്. അടുത്തതും ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള കോംപ്രിഹെൻഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ പാരഗ്രാഫിന് പകരം 4 വരികളുള്ള ഒരു പോം ആണ് നൽകിയിട്ടുള്ളത്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 51 മൈ ചെറി ട്രീ ഓർക്കുന്നുണ്ടല്ലോ. അതിലെ സെക്കൻഡ് സ്റ്റാൻസ് ആണിത്. ഒന്നാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ പോം. മൈ ചെറി ട്രീ ആണ് ആൻസർ. ആറാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ബേർഡ്സ് മെൻഷൻഡ് ഇൻ ദ പാസേജ്? ഇതിൽ ഏതെല്ലാം കിളികളെക്കുറിച്ചാണ് പറയുന്നത്? ബ്ലൂ ബേർഡ്സ്, റെഡ് ബേർഡ്സ് ആൻഡ് സ്പാരോസ്. ഏഴാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ ബേർഡ്സ് കം ടു ദ ട്രീ? ഈ പക്ഷികളെല്ലാം എന്തിനാണ് ഈ ചെറിമരത്തിലേക്ക് എത്തിയത്? സെക്കൻഡ് ലൈനിൽ ഉത്തരവുണ്ട്. ദേ ഹാഡ് കം ടു ദ ട്രീ ഫോർ ദ ഫ്രൂട്ട്സ് ബോറോ. പഴങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ തിന്നാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പക്ഷികൾ ചെറിമരത്തിലേക്ക് എത്തിയത്. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം. പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ്. എന്താണ് റൈമിംഗ് വേർഡ്സ്? റൈമിംഗ് വേർഡ്സ് കണ്ടെത്താൻ ഒരു എളുപ്പവഴി പറയട്ടെ. നമ്മുടെ 4 വരികളിൽ അവസാനത്തെ വാക്കുകളൊന്ന് എടുത്തെഴുതുക. ഈക്വല് നമുക്കൊരു ചേർച്ചയുള്ള സ്പാരോസ്, ബോറോ, ബി, മീ, ഉച്ചാരണം ഒരേപോലെ അവസാനിക്കുന്ന ആ വേർഡ്സ് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ നിസ്സാരമായിട്ട് മാർക്ക് മേടിക്കാവുന്നൊരു ട്രിക്കാണ്. മനസ്സിലായല്ലോ? പാസ്സാകാൻ വേണം 24 മാർക്കിൽ 8 മാർക്ക് ഈ പാരഗ്രാഫിലും പോമിലും ഒളിച്ചിരിപ്പുണ്ട്. നമുക്ക് അടുത്തത് ഈ 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാതെ വിടരുത് കേട്ടോ. ഉറപ്പായും നമുക്ക് ലഭിക്കുന്ന മാർക്കാണിത്. അടുത്തത് 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളാണ്. 2 മാർക്ക് വെച്ച് 6 മാർക്ക് നമുക്ക് ലഭിക്കും. ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന 4 ചോദ്യങ്ങളിൽ 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാവും. 9ാമത്തെ ചോദ്യമാണ്, വൈ ഡസ് ദ വുമൺ ഇൻ എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ് സിം ടു ഓൾഡ് അറ്റ് 30? 30ലും പ്രായമുള്ളതായിട്ട് ആ വനിതയെ തോന്നാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? നോക്കാം. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 24 പോമാണിത്. ഇതാണ് ഉത്തരം. ഒരാൾ തൻ്റെ പ്രായത്തെക്കാളും വാർദ്ധക്യമേറിയതായി തോന്നുന്നത് എപ്പോഴാണ്? നമുക്കറിയാം, ഉത്തരം ചോദ്യത്തിൽ തന്നെയുണ്ട്. പുവർ വുമൻ, പോവർട്ടി, സ്ട്രഗിൾ ചെയ്യുന്ന അല്ലേ, അതുകൊണ്ട് നേരിടുന്ന ഒരുവൾ, വരകളും വീണ് ചുളിവും ഒക്കെയുള്ള പ്രായത്തേക്കാൾ ഇരട്ടിയായി കാണിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയിരുന്നു വിഷയം. 10ാമത്തെ ചോദ്യം, ഡിഡ് എനിവൺ എക്സ്റ്റെൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ് ടു മികാലി ഇൻ ദ ലെസൺ മെറ്റേണിറ്റി?
ഹൂ ആരാണ് മിഖാലിയെ സഹായിക്കാൻ തയ്യാറായത്? ആരെങ്കിലും തയ്യാറായിരുന്നോ? ആരാണ് അയാളെന്നാണ് ചോദ്യം. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 100, 101, 102, 103 ഇതെല്ലാം മെറ്റേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ ചൈനാമാൻ ആണ് നമ്മുടെ മിഖാലിനെ സഹായിക്കാൻ വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 വാക്ക് 2 മാർക്ക് കൊള്ളാലോ. ചോദ്യം 11 നോക്കാം. Why does the author say that his grandmother was like everybody's grandmother in the story? The Portrait of a Lady, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 61 മുതൽ 65 വരെയുള്ള പേജ് ഭാഗത്താണ് ഇത് വരുന്നത്. നോക്കുക. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എല്ലാ മുത്തശ്ശിമാരെ പോലെ തന്നെയാണ് എൻ്റെ മുത്തശ്ശിയും എന്നാണ് കഥാകൃത്തായ ഖുഷ്വന്ത് സിംഗ് പറയുന്നത്. അടുത്ത 12ാമത്തെ ചോദ്യമാണ്, നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. കാരണം ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയല്ലോ. പക്ഷേ എങ്കിലും നമുക്ക് 12ാമത്തെ ചോദ്യവും ഡിസ്കഷനിൽ ഉൾപ്പെടുത്താം. വൈ ഡസ് ദ ഓൾഡ് മാൻ സ്റ്റിൽ മേക്ക് കൈറ്റ്സ്? എന്തിനാണ് ഇപ്പോഴും ആ വൃദ്ധൻ പട്ടം ഉണ്ടാക്കുന്നത്? ചോദ്യം ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 76 മുതൽ 80 വരെയുള്ള പേജിലാണ് വരുന്നത്. റസ്കിൻ ബോണ്ട് എഴുതിയ ദ കൈറ്റ് മേക്കർ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. പേജ് നമ്പർ 77ലാണ് ആൻസർ ഉള്ളത്. ദ ഓൾഡ് മാൻ സ്റ്റിൽ മെയ്ഡ് കൈറ്റ്സ് ഫോർ ഹിസ് ഓൺ അമ്യൂസ്മെൻറ്റ് ആൻഡ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഹിസ് ഗ്രാൻഡ് സൺ അലി. അലിക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ കൈറ്റ്സ് ഉണ്ടാക്കിയിരുന്നത്, ഓൾഡ് മാൻ ഉണ്ടാക്കിയിരുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ ഹൗസ് ഇൻ വിച്ച് ദ ഹെലൻ ഹർ ഫാമിലി ലീവ് ഇറ്റ്. ഹെലൻ കെല്ലറുടെ കുടുംബം ജീവിച്ച വീടിനെ കുറിച്ചാണ് എഴുതേണ്ടത്. അതല്ലേ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചോദ്യം 1 നൽകിയ പാരഗ്രാഫ്. ഒന്നും എഴുതാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ പാരഗ്രാഫ് തന്നെ പകർത്തി എഴുതിയാൽ മതിയാവും, എളുപ്പമാവും. ഇനി അടുത്തത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13ാമത്തെ 2ാമത്തെ പാരഗ്രാഫാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Innocence is the foundation of true friendship. How do you evaluate this statement in the light of friendship between the boy and the snake? Question. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 72-73 പോം ആണിത്. ചാൾസ് ലാംബ് എഴുതിയ ദ ബോയ് ആൻഡ് ദ സ്നേക്കിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമ്മൾ മുതിരുമ്പോഴാണ് നമ്മൾ സെൽഫിഷും സൂത്രക്കാരുമൊക്കെ ആകുന്നത്. കുട്ടികളായിരിക്കുമ്പോൾ അവർ നിഷ്കളങ്കരായിരിക്കും. ഇതാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. കെവിൻ കാർട്ടർ ഡിസൈഡ് ടു പബ്ലിഷ് ഓൺ ഒബിച്വറി ഇൻ ദ ന്യൂസ് പേപ്പർ ടു അനൗൺസ് കെയ്ൻസ് ഡെത്ത്. പ്രിപ്പയർ ദ ഒബിച്വറി. ഒബിച്വറി എഴുതാനായിട്ടാണ്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. സ്റ്റെപ്പ് 1, ആൻസർ ഷീറ്റിൻ്റെ പകുതി ഭാഗം വരുന്ന വിധത്തിൽ ഒരു ബോക്സ് വരയ്ക്കണം. ആദ്യമായിട്ട് നമ്മൾ ഒരു ബോക്സ് വരച്ചു. സ്റ്റെപ്പ് 2 ഒബിച്വറി എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി അണ്ടർലൈൻ ചെയ്യണം. 3ാമത്തെ സ്റ്റെപ്പ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്ന വിധത്തിലൊരു ബോക്സ് വരയ്ക്കണം. അതിന് താഴെ കെൻ ഊസ്റ്റൻബ്രോക്ക് എന്നെഴുതി പേരെഴുതണം. അതിനുശേഷം തൊട്ട് താഴെ ഇടതുവശത്ത് ജനന തീയതി, ഡേറ്റ് ഓഫ് ബർത്ത്, ഇടതുവശത്ത് ഡേറ്റ് ഓഫ് ഡെത്ത് ഇതും എഴുതണം. വളരെ കുറച്ച് വിശദമായിട്ട് എഴുതി 4 മാർക്ക് എളുപ്പത്തിൽ വാങ്ങാം. ഒബിച്വറി ഒരു ഉറപ്പായ ചോദ്യമാണ്. ഒരു മാതൃക എഴുതി പഠിച്ചാൽ മതിയാവും. നിസ്സാരമായിട്ട് മാർക്ക് വാങ്ങാവുന്നതാണ്. ഇനി 16ാമത്തെ ചോദ്യം നോക്കാം. Nowadays we see many notices in shops and malls that warn people who steal things. Prepare 4 signboards you might see in a jewelry shop. ജ്വല്ലറി പോയാൽ കാണുന്ന 4 സൈൻ ബോർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. യു ആർ അണ്ടർ ക്യാമറ സർവെയിലൻസ്. 2ാമത്, ഷോപ്പ് ലിഫ്റ്റിംഗ് ഈസ് എ ക്രൈം, ഒഫൻഡേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. 3ാമത്, ഹിഡൻ ക്യാമറാസ് ഇൻ യൂസ്, ഡോണ്ട് റിസ്ക് ഇറ്റ്. 4ാമത്, സെക്യൂരിറ്റി സർവെയിലൻസ് ഇൻ പ്രോഗ്രസ്. 7ാമത്തെ ചോദ്യം നമുക്ക് മാർക്ക് വാങ്ങാൻ തന്നെ തരുന്നതാണ് ഈ സുവർണാവസരം. നഷ്ടപ്പെടുത്തരുത് കേട്ടോ. പ്രൊഫൈൽ തയ്യാറാക്കാനുള്ള ഒരു ചോദ്യമാണിത്. ഇതിൽ ഉത്തരം തന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ട്രിക്ക്. നോക്കുക. A.G. ഗാർണിയർ തൻ്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ്. മുഴുവൻ പേര് ആൽഫ്രഡ് ഗാർഡിനർ.
Born 2nd June 1865, came for United Kingdom. Other name Alpha of the Plough. English journalist, editor and author. ഈ 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Mrs. Popoff is the victim of her own inherent instinct and seen in the play The Boor. Attempt a brief character sketch of Mrs. Popoff. Mrs. Popoffിൻ്റെ ക്യാരക്ടർ. ആൻറ്റൺ ചെക്കോവിൻ്റെ ദി ബുവാർ എന്ന നാടകത്തിൽ നിന്നാണ് ചോദ്യം. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 33 മുതൽ 40 വരെയാണ് ഈ ചാപ്റ്റർ ഉള്ളത്. ഹെലീന ഇവാനോവിച്ച് പെപ്പോവിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റീറൈറ്റ് ആൻഡ് ഡയറക്റ്റഡ് ആൻഡ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്സ്. ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കാനാണ്. യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഇത് പോസിറ്റീവായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കത് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ അത് നെഗറ്റീവ് ആക്കണം. അപ്പോൾ ക്യാൻറ്റ് യു എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. വി ആർ ഇൻ ഗോയിങ്. ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നെഗറ്റീവാണ്, ആറിൻറ്റ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആക്കുമ്പോഴേക്കും നെഗറ്റീവ് മാറ്റിയിട്ട് പോസിറ്റീവ് ആക്കണം. അപ്പോൾ ആർ വി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചോദ്യം, വി ഗോ ടു സ്കൂൾ ബൈ ബസ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ബൈ ഫ്ലവേഴ്സ് ഫ്രം ദി ഷോപ്പ്. ബ്രാക്കറ്റിൽ ഓൺ ബൈ ടു എന്ന് തന്നിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിലേക്ക് ബസ്സിൽ പോകുന്നു, ബൈ ബസ്. ഷോപ്പിൽ നിന്ന് പൂക്കൾ മേടിക്കാൻ മറക്കരുത്, മേടിക്കുവാൻ, ടു ബൈ എന്ന് ചേർക്കണം. ഇന്നത്തെ ഡിസ്കഷൻ നിർത്തുന്നു. പാർട്ട് 2 അടുത്ത ദിവസം തുടരും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാനും മറക്കരുത്.